കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നാണ് സംശയമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. 5 വർഷം മുമ്പ് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഉഷ ജോസഫ് എന്ന വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. അവർ 5 വർഷം കഠിനമായ വേദനയാണ് സഹിച്ചത്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇക്കാര്യം പുറത്തു പറയരുതെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ അവരോട് പറഞ്ഞതെന്ന് മുരളീധരൻ പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിന് ചെന്ന ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ആശുപത്രിയിൽ കെടുകാര്യസ്ഥതയെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിക്കാനിടയായി. ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ദിവസേന ഉണ്ടാകുന്നുണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ സമരത്തിലാണ്. ഒരു മേജർ സർജറി പോലും അവിടെ നടക്കുന്നില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രി അബുദാബിയിൽ പോയി പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കയെ കടത്തിവെട്ടിയെന്ന്. ഫലത്തിൽ ഈ വകുപ്പ് വെന്റിലേറ്ററിലോ മോർച്ചറിയിലോ ആണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഡോക്ടർമാരുടെ സമരം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. സമരം കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. സാധാരണ രോഗികൾക്ക് രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. മറുഭാഗത്ത് സ്വകാര്യ ആശുപത്രികളിൽ രോഗികളുടെ സംഖ്യ ഇരട്ടി വർദ്ധിക്കുകയാണ്. അവിടുത്തെ ബില്ല് താങ്ങാൻ സാധാരണക്കാരന് കഴിയുമോ? ഈ രീതിയിൽ പോയാൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം സർക്കാരിന്റെ ആരോഗ്യവകുപ്പിനെതിരാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. കത്രിക എത്ര വർഷം വയറ്റിലിരുന്നാലും കുഴപ്പമില്ലെന്ന ഗവേഷണമാണോ ഇപ്പോൾ നടത്തേണ്ടതെന്ന് കെ മുരളീധരൻ ചോദിച്ചു. വയറ്റിലുള്ള കുട്ടിയെയോ ഗർഭപാത്രമോ പുറത്തെടുത്താൽ കത്രിക ഫ്രീ എന്ന നിലപാടിലാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോകാൻ സാധാരണക്കാർ ഭയപ്പെടുകയാണ്. ഡോക്ടർമാരിൽ ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റു ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു.